അപ്പോൾ ശരിക്കും നമ്മുടെ ഈ 3-ാം റാങ്ക് വളരെ സ്പെഷ്യലാണോ അല്ലേ? അപ്പോൾ ഇത് ആർക്കാണ് സമർപ്പിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും. വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ്. എക്സാമിന് കുറച്ച് മുന്നേ മെറ്റേണിറ്റി ലീവിലായിരുന്നു. നമ്മൾ പഠിക്കുക എന്തെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. സഹകാരിയുടെ കേരള ബാങ്ക് സക്സസ് സ്റ്റോറി യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലെ ഓപ്പൺ സ്റ്റേജിലാണ്. അപ്പോൾ ഓപ്പൺ സ്റ്റേജിൽ നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ടൊരു വ്യക്തിയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 800ഓളം പേരുടെ വരുന്ന റാങ്ക് ലിസ്റ്റ് അല്ലേ, വളരെ വലിയൊരു മാസ് എഴുതിയ പരീക്ഷ. ആ പരീക്ഷയിൽ 614 കാറ്റഗറി നമ്പറിൽ 3-ാം റാങ്ക് നേടിയിട്ടുള്ള ശ്രീലക്ഷ്മിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 3-ാം റാങ്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മിസ് അല്ലേ, നമ്മൾ ആദ്യ റാങ്കുകൾ 1-ാം റാങ്കിലേക്കുള്ള ജസ്റ്റ് മിസ്. 1-ാം റാങ്ക് നമ്മുടെ സഹകാരിയുടെ ചുണക്കുട്ടിയായിട്ടുള്ള വിമലാണ്. അപ്പോൾ നമുക്കിന്ന് ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കൃഷ്ണൻ മോനൊക്കെ ഉണ്ട്. മോൻ്റെ പേരെന്തുവാ? ഓക്കെ. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് ശ്രീലക്ഷ്മി സഹകാരിലേക്ക് വരുന്നത്? ഞാൻ യൂട്യൂബിൽ ക്ലാസ് കാണായിരുന്നു. രാജേഷ് സാറിന്റെ ക്ലാസ് നേരത്തെ കാണാം. യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ക്ലാസ്സാണെന്ന് തോന്നുന്നു, അങ്ങനെ ഫീസ് കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു ശ്രീലക്ഷ്മിയുടെ എക്സ്പെക്ടേഷൻസ്? എന്തൊക്കെയാണ് പ്രതീക്ഷ? അധികം പറ്റില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ജോലി അതിന്റെ കൂടെ അല്ലേ? അവസാനം ലീവ് എടുത്ത് പഠിക്കുകയാണ് ചെയ്തായിരുന്നോ? ലീവ് എടുത്തില്ല. ഞാൻ കുറച്ച് എക്സാമിന് കുറച്ച് മുന്നേ മെറ്റേണിറ്റി ലീവിലായിരുന്നു. പക്ഷെ ഓഗസ്റ്റില് ജോലി കയറി, ഒക്ടോബറിലാണ് എക്സാം ചെയ്തത്. പിന്നെ ഒരു 3 മാസം ബാങ്കിൽ നിന്നിട്ട് ചെറിയ ആളെ നോക്കിയിട്ടൊക്കെ മോനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പഠിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം വന്നില്ല. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് എക്സ്പെക്ടേഷൻ പ്രതീക്ഷ എന്തായാലും? അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു ഫോളോ ചെയ്യാനും. കാരണം നേരിട്ട് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു സംഭവം അത് ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടൂല എന്ന പ്രതീക്ഷയിലാണ് കയറിയത്. പക്ഷേ ശരിക്കും നല്ല ക്ലാസ് ആയിരുന്നു. നല്ല വൃത്തിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓഫ്ലൈൻ ക്ലാസ് പോലെ ദിവസേന പഠിച്ചു പോകുന്ന കാര്യത്തിൽ നമുക്കൊരു ഫോളോ അപ്പ് ഉറപ്പാക്കാൻ പറ്റിയല്ലേ? പിന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് കാണല്ലോ. ഓഫ്ലൈൻ ആണ് നമുക്ക് വീണ്ടും വീണ്ടും ഒരിക്കലും സാറിന്റെ ക്ലാസ് കിട്ടൂല. ഇതാകുമ്പോൾ നമുക്ക് പിന്നെയും കാണാം. എക്സാം അതുപോലെ പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ നമ്മൾ കൊട്ട് കിട്ടും അല്ലേ? ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡ് ലൈൻസിലാണ് നിങ്ങൾ പഠിക്കില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹകാരിയുടെ ഏത് കോഴ്സ് ആവട്ടെ, ഡിഗ്രി പ്രിലിംസ് ആവട്ടെ, അല്ലെങ്കിൽ കേരള ബാങ്ക് ആവട്ടെ, CSEB ആവട്ടെ, ഏത് കോഴ്സ് ആവട്ടെ, യു വിൽ ബി ലിമിറ്റഡ് അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻസ് ഉണ്ടായിരിക്കും. അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫോളോ അപ്പ് ചെയ്യാത്തവർ വന്നിട്ട് കാര്യമില്ല. അത് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഡെഡ് ലൈൻസ് നമ്മൾ ഉറപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 1 മെൻറ്റർ സപ്പോർട്ട്, 2 വരും നമ്മുടെ എക്സാം സ്ട്രാറ്റജി, പിന്നെ നമ്മുടെ റിവേഴ്സ് റിവിഷൻ, പിന്നെ വൈകുന്നേരങ്ങളിൽ ലൈവുകൾ, റെക്കോർഡ് ക്ലാസ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി നിന്നായിരുന്നു റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. കാരണം ലൈവ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പറ്റുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാറുണ്ട്. ലൈവ് ക്ലാസ് ആക്ച്വലി നല്ലതാണ്. സംശയമൊക്കെ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ കാര്യം എന്താ വെച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. സാഹചര്യത്തിന് പ്രശ്നം കൊണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഈ റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കാറ്. അതായത് ഹെഡ്സെറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് റെക്കോർഡ് ക്ലാസ്സും കേട്ടത്. കുട്ടികളെ നോക്കുന്നതിനിടയിലും അവർക്ക് വീട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട്. അപ്പോൾ ജോലിയോടൊപ്പം പഠനം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? കുക്കിങ്ങിന്റെ സമയത്തും ഡ്രൈവിങ്ങിന്റെ സമയത്തും. എത്ര ദൂരമുണ്ട് ബാങ്കുമായിട്ട്? 10 കിലോമീറ്റർ. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും ക്ലാസ് ഇങ്ങനെ കേട്ടാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്വപ്നം നമ്മുടെ തലയ്ക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ എന്ത് കാര്യങ്ങൾ വേണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഡ്രൈവിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും എന്ന് വെച്ച് നിങ്ങൾ നാളെ തൊട്ട് ഞാൻ സാറ് പറഞ്ഞ ഡ്രൈവ് വെച്ചിട്ട് ഹെഡ്സെറ്റും വെച്ചിട്ട് വണ്ടി കൊണ്ട് ഇടിച്ചിരിക്കുന്നത് ആരും. ഓക്കെ. അപ്പോൾ കുക്കിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ തലയിൽ എന്ത് വേണം, ഡ്രീം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ 3-ാം റാങ്ക് വളരെ സ്പെഷ്യലാണോ അല്ലേ? അപ്പോൾ ഇത് ആർക്കാണ് സമർപ്പിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഹസ്ബൻഡ് അച്ഛനും അമ്മയ്ക്കും. അച്ഛൻ എന്താണ് ജോലി? അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാഷാണ്. ഓക്കെ. അമ്മ ഹൗസ് വൈഫ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആരാ? ഹസ്ബൻഡ് നല്ല മോട്ടിവേഷൻ. പക്ഷെ ആള് പുറത്താണ്. പറയും ഇങ്ങനെ പഠിക്കും, എഴുത്തണ്ടേ ചോദിക്കും.
പക്ഷെ വീട്ടിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയും. എൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡ് അച്ഛനും രണ്ട് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സപ്പോർട്ടുണ്ട്. ആ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഭാഗ്യവതിയാണ്. അപ്പോൾ സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്. സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർ ആ ഇല്ലായ്മയെ എന്താക്കണം, ഫ്യൂലാക്കണം. ഒരു ദിവസം നമുക്ക് തെളിയിച്ച് കാണിക്കണമെന്നൊരു തോന്നലുണ്ടാവണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ്. നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കുട്ടിയെ കൊടുക്കാനുള്ള മെസ്സേജ്, എസ്പെഷ്യലി 3ാം റാങ്ക് മേടിച്ച ഒരാളുടെ കയ്യിൽ നിന്നുള്ള മെസ്സേജ്, ഒരു വാക്കെന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. പ്ലീസ്. ഒന്നുമില്ല, നമ്മൾ പഠിക്കുക, എന്തെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.